എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുബൈർ. തമിഴ്നാട് സംസ്ഥാനത്തെ പട്ടണങ്ങളായ മേട്ടുപ്പാളയം, ഊട്ടി എന്നിവയെ ബന്ധിപ്പിക്കുന്ന മലയോര തീവണ്ടി പാതയാണ് നീലഗിരി മലയോര തീവണ്ടി പാത. ഇത് നീലഗിരി മലനിരകളിലൂടെ നിർമ്മിച്ചിരിക്കുന്ന തീവണ്ടി പാതയാണ്. ട്രാക്ക് റെയിൽവേ പാതകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തീവണ്ടി പാതയാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പൈതൃക തീവണ്ടി എന്നും അറിയപ്പെടുന്നു. മണിക്കൂറിൽ ശരാശരി 10.4 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ തീവണ്ടിയാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തുള്ള മേട്ടുപ്പാളയത്തിൽ നിന്ന് 46 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്കാണ് ഈ വിനോദസഞ്ചാര തീവണ്ടി സഞ്ചരിക്കുന്നത്. കോയമ്പത്തൂരിലെ മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം 4.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഈ തീവണ്ടി ഊട്ടിയിൽ എത്തിച്ചേരുക. ലോക പൈതൃക സ്മാരകങ്ങളിലൊന്നായി ഇതിനെയും ഡാർജിലിംഗിലെ ഹിമാലയൻ റെയിൽവേയെയും യുനെസ്കോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. യാത്രക്കാരെ കയറ്റാനായി തീവണ്ടി ബോഗികളെ പ്ലാറ്റ്ഫോമിലോട്ട് അടുപ്പിച്ചിരിക്കുന്നു. ഊട്ടിയിൽ 124ാമത്തെ ഫ്ലവർ ഷോ നടക്കുന്നതിനാൽ ഇവിടം ഇപ്പോൾ നല്ല തിരക്കാണ്. അതിനാൽ ട്രെയിൻ ടിക്കറ്റുകൾ ഇപ്പോൾ ലഭ്യമല്ല. ട്രെയിനിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി നമ്മൾ റിസർവ് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ഇന്നൊരു ദിവസം ഇതിൽ യാത്ര ചെയ്യാമെന്ന് കരുതി ഞാൻ പതിയെ നടന്നു. അപ്പോഴാണ് ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ 1908 എന്നുള്ളൊരു ബോർഡ് കണ്ടു. അപ്പോൾ അതെന്താ ഒന്ന് കാണാൻ അകത്ത് കയറി. അകത്ത് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് പിനിയൻ വീൽ. അതിന് തൊട്ട് താഴെയായി റാക്ക് ബാർ. ഇവ രണ്ടുമാണ് മലമുകളിലോട്ട് കയറുന്ന ട്രെയിനിനെ അനായാസമായി സഞ്ചരിക്കാൻ സഹായിക്കുന്നവ. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചു വന്നിരുന്ന ട്രെയിനുകളുടെ വർഷം രേഖപ്പെടുത്തിയ ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. YL ക്ലാസ് 1952 ഉപയോഗിച്ചതായി കാണിക്കുന്ന ഫോട്ടോയാണിത്. ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടാനായി നിൽക്കുന്ന ട്രെയിനിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ.
യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്. ദ നീലഗിരി മൗണ്ടൻ റെയിൽവേ ആസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. നീലഗിരി താഴ്വരകളിലൂടെ അതിമനോഹരമായ പ്രകൃതി ഭംഗികൾ ആസ്വദിച്ച് ഇതിലൂടെ യാത്ര ചെയ്യാം. ആയിരത്തി 1909 മുതൽ 30 വരെ സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന ബോബ് ഹില്ലിൻ്റെ ഫോട്ടോയാണിത്. അന്നുകാലത്ത് ട്രെയിനിൽ ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ്, വെസ്റ്റേൺ ടൈപ്പ് ക്ലോസറ്റ്. ഇടതുഭാഗത്ത് കാണുന്നത് ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റും വലതുഭാഗത്ത് വെസ്റ്റേൺ ടൈപ്പ് ക്ലോസറ്റും. ലെതർ ക്യാഷ് ബാഗ്, വാട്ടർ ഫ്ലാസ്ക്, ഐറൺ, വാട്ടർ ഫിൽറ്റർ. സ്റ്റേഷൻ മാസ്റ്റർ റൂം ലാമ്പ്, പോയിൻ്റ് ഇൻഡിക്കേറ്റർ ലാമ്പ്, PF ബൂസ്റ്റ് ലാമ്പ്. ഇവിടെ ഒരു ബോർഡ് മറിഞ്ഞു കിടക്കുന്നു. ഹാൻഡ് സിഗ്നൽ ലാമ്പ്. ഈ കാണുന്നത് ഗേറ്റ് സിഗ്നൽ ലാമ്പാണ്. തൊട്ടടുത്തായി റെയിൽ റാമ്പ്. മദ്രാസ് റെയിൽ എന്ന് പേരെഴുതിയിട്ടുള്ള വാൾ ക്ലോക്ക്. അന്ന് ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റർ, പെട്രോമാക്സ് ലൈറ്റ്, കോൾ ബ്ലോക്ക്. അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ട്രെയിൻ പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നു. അങ്ങനെ ആ ട്രെയിനും യാത്രയായി. ഡീസൽ എഞ്ചിനിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്.